ഗസയിൽ കൊടും ക്രൂരത തുടരുന്നതിനിടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലികൾക്കെതിരായി 3000 അനധികൃത വസതികൾ പണിയുന്ന പദ്ധതി പ്രഖ്യാപിച്ച് തീവ്ര വലതുപക്ഷ മന്ത്രി സ്മോട്രിക്. ഇസ്രായേൽ നീക്കത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിന് സജ്ജമാകണമെന്ന് ഹമാസ് ആഹ്വാനം ചെയ്തു. പട്ടിണി കാരണം 4 പേർ കൂടി ഗസയിൽ കൊല്ലപ്പെട്ടു. ഇതോടെ പട്ടിണിക്കൊലയിൽ മരിച്ചവരുടെ എണ്ണം 239 ഇന്ന് മാത്രം 54 പേരെയാണ് ഇസ്രായേൽ കൊന്നത്. ഗസയിലുടനീളം കൂട്ടക്കൊല നടത്തി വംശഹത്യയെ വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ. ഹമാസിനെ നിരായുധീകരിക്കുകയും ബന്ദികളുടെ മോചനം ഉറപ്പാക്കുകയും ചെയ്താൽ വെടിനിർത്തൽ തത്വത്തിൽ അംഗീകരിക്കാൻ ഇസ്രായേൽ മന്ത്രിസഭ തീരുമാനിച്ചതായി നെതന്യാഹു പറഞ്ഞു. ഗസയിലെ മാധ്യമപ്രവർത്തകരെ കൊന്ന നടപടി അംഗീകരിക്കില്ലെന്ന നിലപാടുമായി ഇസ്രായേലിലെ മാധ്യമപ്രവർത്തകരും രംഗത്തെത്തി. MC നാസർ ചേരുന്നു. നാസർ, ഇസ്രായേൽ ക്രൂരത തുടരുകയാണ്, മാത്രമല്ല മറ്റു ചില സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. ഏത് തരത്തിലാണ് ഇന്നത്തെ ക്രൂരത? എത്ര പേർ മരിച്ചു? പട്ടിണി കാരണമുള്ള മരണത്തിലെ സംഖ്യയിലും വലിയ വർധനവിലേക്ക് പോകുന്നു. എന്താണ് വിവരങ്ങൾ? ഇതിന്റെ ക്രൂരമായിട്ടുള്ള വംശഹത്യാ നടപടികൾ തന്നെയാണ് ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അന്തർദേശീയ സമൂഹം വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദവും പ്രക്ഷോഭവും തുടരുന്ന ഒരു ഘട്ടത്തിൽ പോലും തങ്ങളുടെ നിർണിതമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരു നിലക്കും പിറകോട്ട് പോകാത്ത ഒരു സമീപനം തന്നെയാണ് ഇസ്രായേൽ സ്വീകരിച്ചു വരുന്നത്. ഒരുപക്ഷെ അമേരിക്ക നൽകുന്ന പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണയുടെ ബലത്തിലാണ് നെതന്യാഹുവിന്റെ ഈ ഒരു വംശഹത്യാ നടപടികളുടെ ഏറ്റവും വിപുലമായ തോതിലുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി തന്നെ വിലയിരുത്താൻ സാധിക്കും. ഗസയിൽ ഇന്നിപ്പോൾ 54 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 22 പേരും ഭക്ഷണത്തിന് വേണ്ടി വരി നിന്ന സാധാരണ മനുഷ്യരാണ്. അവർക്ക് നേരെ പിന്നിട്ട ദിവസങ്ങളിലൊക്കെ എന്നതുപോലെ ഇന്നും വ്യാപകമായിട്ടുള്ള വെടിവെപ്പ് നടന്നു. അങ്ങനെയാണ് 22 പേർ കൊല്ലപ്പെട്ടത്. 100-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് ഇപ്പം ഈ ഭക്ഷണം തേടി വന്ന് കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം പോലും ഏതാണ്ട് 1860 മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ദിനം പ്രതി കൂടുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗസ സിറ്റി, വടക്കൻ ഗസ, തെക്കൻ ഗസ പല ഭാഗങ്ങളിലും ആക്രമണം കൂടുതൽ വിപുലമായ തോതിലേക്ക് നീങ്ങുകയാണ്. സ്ത്രീകളും കുട്ടികളുമാണ് ഇന്ന് ഈ കൊല്ലപ്പെട്ട 54 പേരിൽ ഏറ്റവും കൂടുതൽ എന്നതുകൂടി നാം നോക്കേണ്ടതുണ്ട്. പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടന്ന അതേ സ്വഭാവത്തിലുള്ള ഒരു സിവിലിയൻ കൂട്ടക്കുരുതി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഗസക്ക് പിന്നാലെയാണ് വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി വളരെ കൃത്യമായിട്ടുള്ള ഈ അധിനിവേശ പദ്ധതികൾ വ്യാപിപ്പിക്കാനുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ധനമന്ത്രി കൂടിയായിട്ടുള്ള തീവ്ര വലതുപക്ഷ നേതാവ് സ്മോട്രിക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ അമേരിക്കയുടെയും മറ്റും എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ച E1 കുടിയേറ്റ പദ്ധതി അത് കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം കൂടിയാണ് സ്മോട്രിക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. E1 പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് 3000 അനധികൃത കുടിയേറ്റ വസതികൾ നിർമ്മിക്കാനും അങ്ങനെ പലസ്തീൻ ജനതയെ ആ മേഖലയിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറന്തള്ളാനുള്ള ഒരു നീക്കം കൂടിയാണ് ഇത്തരമൊരു അനധികൃത ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെസ്റ്റ് ബാങ്ക് വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. 1967 അതിർത്തി അടിസ്ഥാനമാക്കി കിഴക്കൻ ജെറൂസലേം കേന്ദ്രമാക്കി ഒരു പലസ്തീൻ രാഷ്ട്രം വരാനുള്ള ഒരു സാധ്യതയെ തടയുക എന്നതുകൂടി ഈ ഒരു അനധികൃത കുടിയേറ്റ നിർമ്മാണ പദ്ധതിയുടെ പിന്നിലുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യമാണ്. കാരണം നേരത്തെ ശക്തമായിട്ടുള്ള എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ച പദ്ധതി പുനരാരംഭിക്കാനുള്ള ഒരു തീരുമാനം, അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പലസ്തീൻ ജനതയെ ഈ വെസ്റ്റ് ബാങ്കിലെ നിശ്ചിത പ്രദേശത്തു നിന്ന് പൂർണ്ണമായിട്ട് പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം വരും. ഗസയെ പോലെ തന്നെ കൂടുതൽ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലേക്ക് വെസ്റ്റ് ബാങ്ക് പ്രവിശ്യകളിലുള്ള ജെറൂസലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള പലസ്തീനികളെ കൊണ്ടെത്തിക്കുകയും അങ്ങനെ അവരെയും അവിടെ നിന്ന് പുറന്തള്ളുക എന്ന കൃത്യമായിട്ടുള്ള വംശഹത്യാ പദ്ധതിയുടെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം കൂടിയാണ് മന്ത്രി സ്മോട്രിക് നടത്തിയിരിക്കുന്നത്. UN സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ളവർ അതിശക്തമായിട്ടുള്ള പ്രതികരണം ഇതിനെതിരെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അല്പം മുമ്പ് ബ്രിട്ടന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഇത്തരമൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ, അന്തർദേശീയ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഇസ്രായേൽ തുനിയുകയാണെങ്കിൽ അത് ഒരു നിലക്കും അനുവദിക്കുകയില്ലെന്നാണ് ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും അടുത്ത മാസം കൂടുതൽ രാജ്യങ്ങൾ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാനുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ വെസ്റ്റ് ബാങ്കിൽ തങ്ങളുടെ അനധികൃത കുടിയേറ്റം വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലൂടെ ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ധന്യ.
യെസ്, മറ്റൊന്ന് ഇസ്രായേലിനകത്ത് ഉയരുന്ന പ്രതിഷേധങ്ങൾ നമുക്കറിയാം. നേരത്തെ ബന്ധുക്കൾ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അത് മറ്റ് മനുഷ്യാവകാശ സംഘടനകൾ ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ സൈനികർ ഉൾപ്പെടെ ഇതിൽ അവർക്കുള്ള അഭിപ്രായങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന, പ്രതിഷേധം അറിയിക്കുന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത്. അത് എത്രത്തോളം ഉയരുന്നുണ്ട്? ലോകരാജ്യങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്രിട്ടൻ, കാനഡ ഉൾപ്പെടെയുള്ള ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി തന്നെ ഈ ഒരു ഗസയിൽ തുടരുന്ന ഈ മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾ അല്ലെങ്കിൽ വംശഹത്യാ നടപടികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം ഈ രാജ്യങ്ങൾ നടത്തി. അതോടൊപ്പം തന്നെ 23ഓളം യൂറോപ്യൻ രാജ്യങ്ങളും വളരെ ശക്തമായി തന്നെ നിലപാടുകൾ സ്വീകരിച്ചു. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രമല്ലാതെ മറ്റൊരു പോംവഴിയും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ തങ്ങളുടെ മുമ്പാകെ ഇല്ല. അതുകൊണ്ട് അത്തരമൊരു നീക്കവുമായിട്ട് തന്നെ തങ്ങൾ മുന്നോട്ട് പോകും. ഇസ്രായേൽ ഇനിയും ഈ ഗസയിൽ ക്രൂരത തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലുമായിട്ടുള്ള പല ബന്ധങ്ങളിലും പുനഃപരിശോധന വേണ്ടിവരും. അതിന് തങ്ങൾ നിർബന്ധിതമാകുമെന്ന മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു. പക്ഷെ അതൊക്കെ തുടരുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ പോലും പ്രത്യക്ഷത്തിൽ ഇസ്രായേലിനെ തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സുരക്ഷ എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേലൊക്കെ സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും തുറന്ന രീതിയിൽ പിന്തുണയ്ക്കുന്ന ഒരു ട്രംപ് ഭരണകൂടത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക നൽകുന്ന ഈ ഔദ്യോഗികമായിട്ടുള്ള ഒരു പിന്തുണ, നയതന്ത്ര തലത്തിലുള്ള ഈ പിന്തുണ, ആ പിന്തുണയുടെ ബലത്തിൽ തന്നെയാണ് തങ്ങളുടെ നീക്കവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇസ്രായേൽ. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇന്നും ഇപ്പോൾ വലിയ തോതിൽ 10,000 പങ്കെടുക്കുന്ന റാലി തെല്ലവീവിലും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിലും. കാരണം എത്രയും പെട്ടെന്ന് ഹമാസുമായിട്ട് ഒരു കരാറിൽ എത്തിച്ചേരണം. അതല്ലാത്ത ഏതൊരു സൈനിക നടപടിയും ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കും. കൂടുതൽ രൂക്ഷമായിട്ടുള്ള ഒരു സുരക്ഷാ ഭീഷണിയിലേക്ക് ഇസ്രായേൽ വലിച്ചെറിയപ്പെടും. കാരണം യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളൊക്കെയും ഇപ്പോൾ പര്യവസാനിച്ചിരിക്കുന്നു. ഇനി ബന്ദികളുടെ മോചനം എന്ന ആ ഒരു ലക്ഷ്യം നേടണമെങ്കിൽ ഹമാസുമായിട്ട് കൈകോർക്കുകയല്ലാതെ ഹമാസുമായിട്ട് ഒരു കരാറിൽ എത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ രാത്രിയിലും ഇപ്പോൾ തെല്ലവീവിൽ 10,000 റാലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശക്തമായിട്ടുള്ള സമ്മർദ്ദം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എങ്കിൽ പോലും ഇന്ന് ചേർന്ന മിനി സുരക്ഷാ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം എന്നത് കുറെ കൂടി കടുപ്പിക്കുന്ന നിലപാടിലേക്ക് നെതന്യാഹു നീങ്ങുന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവായിട്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗം മാറുകയാണ്. കാരണം 5 ഉപാധികളാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ യുദ്ധ വിരാമവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന്റെ ധാരണയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്നത് ഹമാസ് പൂർണ്ണമായിട്ടും ഹമാസിനെ നിരായുധീകരിക്കണം, മറ്റൊന്ന് ബന്ദികളെ ഉടൻ തന്നെ മോചിപ്പിക്കണം, മറ്റൊന്നുള്ളത് ഈ ഗസയെ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്നതുൾപ്പെടെയുള്ള 5 ഉപാധികൾ പിന്നെ അത് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം തങ്ങൾ യുദ്ധം നിർത്തും. അതല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള യുദ്ധത്തിലേക്ക്, ആക്രമണ പരമ്പരകളിലേക്ക് തങ്ങൾ നീങ്ങുമെന്ന ഒരു മുന്നറിയിപ്പാണ് മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടതെന്നാണ് അല്പം മുമ്പ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ദോഹയിലും അതോടൊപ്പം തന്നെ കെയ്റോയും കേന്ദ്രീകരിച്ച് നടക്കുന്ന യുദ്ധ വിരാമവുമായി ബന്ധപ്പെട്ട, വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ആ ചർച്ചകൾ പോലും അട്ടിമറിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്നിപ്പോൾ ഇസ്രായേൽ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയെ തള്ളുന്നുണ്ട്, ഒമാൻ ഉൾപ്പെടെ തള്ളുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ്? ഇത് നേരത്തെ തന്നെ ഇപ്പം നെതന്യാഹു ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതിൽ ഇറാഖ്, ജോർദാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും ഇപ്പം ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള ആ പ്രദേശങ്ങൾ കൂടി ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റുക എന്നത് ദൈവികമായി തന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ വിശാല ഇസ്രായേൽ എന്ന പദ്ധതിയുമായിട്ട് താൻ മുന്നോട്ട് പോകുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഇത് തീർച്ചയായിട്ടും ഇത് നിലവിലുള്ള ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ കൂടുതൽ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകും. കാരണം സിറിയ, അതോടൊപ്പം തന്നെ ജോർദാൻ, ഇറാഖ് ഉൾപ്പെടെയുള്ള ആ പ്രവിശ്യകളുടെ അതിന് മേലുള്ള അവകാശവാദം മുന്നോട്ട് വെക്കുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയും കേന്ദ്രങ്ങളും അവിടെയും തങ്ങളുടേതായിട്ടുള്ള ആധിപത്യം കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ മറുഭാഗത്ത് നടക്കുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും ഈ പശ്ചിമേഷ്യയെ ഒരു അരാജകത്വത്തിലേക്കും അസ്ഥിരമായിട്ടുള്ള അവസ്ഥയിലേക്കും വലിച്ചെറിയുക എന്നൊരു കൃത്യമായ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിശാല ഇസ്രായേൽ, ഗ്രേറ്റ് ഇസ്രായേൽ എന്ന ഒരു പദ്ധതി ഇപ്പോൾ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ ഒരുപക്ഷെ ഈ ഗസയിലോ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് പ്രവിശ്യയിലോ മാത്രം പരിമിതപ്പെടുകയില്ല. മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് കൂടി തങ്ങളുടെ ആധിപത്യം, അധിനിവേശം ഉറപ്പിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന അല്ലെങ്കിൽ വിശാല ഇസ്രായേൽ എന്ന ഒരു പദ്ധതിയുമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ അത് ശക്തമായി തന്നെ അതിനെതിരായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം അത്തരമൊരു
നീക്കം നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഫലസ്തീനികളുടെ ഭൂമി ഇനിയും കവർന്നെടുക്കാനാണ് നീക്കമെങ്കിൽ അതിശക്തമായിട്ട് തങ്ങൾ തിരിച്ചടിക്കുമെന്നൊക്കെ പ്രഖ്യാപനം നടത്തുന്നുണ്ട് എങ്കിൽ പോലും പ്രായോഗിക തലത്തിൽ ഈ അറബ് സമ്മർദ്ദ നീക്കങ്ങൾക്ക് എത്ര കണ്ട് ഗുണം ചെയ്യും എന്ന ചോദ്യം ഉയരുന്നുണ്ട്. കാരണം അമേരിക്കയുമായൊക്കെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന അറബ് രാജ്യങ്ങൾക്ക് അമേരിക്കൻ നിലപാടിനെ അവഗണിച്ചുകൊണ്ട് എത്ര മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രതികരണങ്ങൾ എന്നതിലപ്പുറത്തേക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കവുമായിട്ട് മുന്നോട്ട് പോകാൻ അറബ് രാജ്യങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നെതന്യാഹു വളരെ പ്രകോപനപരമായിട്ടുള്ള ഇത്തരം പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് പശ്ചിമേഷ്യൻ സംഘർഷത്തെ അത് കൂടുതൽ വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകും. അതിന്റെ അതാണ് അത് ആ മേഖലയിലെ ഇപ്പോഴത്തെ ഒരു സമാധാനം തകർത്ത് അത് വളരെ രൂക്ഷമായൊരു സംഘർഷത്തിലേക്ക് കടത്താനുള്ള ഒരു ശ്രമമാണ് നെതന്യാഹുവിന്റെ ഈ അഭിപ്രായങ്ങൾ എന്നൊക്കെ കെയ്റോ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനോട് വിശദീകരണമൊക്കെ തേടിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ അത് എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോഴും നെതന്യാഹു തുടരുന്നത്. അറബ് രാജ്യങ്ങളെ കൂടി ഇത്തരത്തിൽ വലിയ സമ്മർദ്ദത്തിലേക്കോ ഇല്ലെങ്കിൽ പണക്കുന്നതിലേക്കോ കാര്യങ്ങൾ കടത്തുന്നത് അത് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സമാധാനം പൂർണ്ണമായി ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കല്ലേ കൊണ്ടുപോവുകയുള്ളൂ? ഇതിന് തീർച്ചയായിട്ടും, കാരണം ഈ മേഖലയിൽ ഒരു സമാധാനം നിലനിൽക്കേണ്ടതില്ല, അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ഒരു അധിനിവേശം, തങ്ങളുടേതായിട്ടുള്ള സൈനികമായിട്ടുള്ള അപ്രമാദിത്വം അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. കാരണം നേരത്തെ ഇറാനെതിരെ 12 ദിവസങ്ങൾ നീണ്ട ഒരു യുദ്ധം അടിച്ചേൽപ്പിച്ചു. അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നു. അത് മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ച ഘട്ടത്തിലാണ് അമേരിക്ക ഇടപെട്ടുകൊണ്ട് ആ യുദ്ധം നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പൊ ഇറാന്റെ വീണ്ടും ഈ ആണവ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ ഏത് നിമിഷവും തങ്ങൾ ആഞ്ഞടിക്കുമെന്ന മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ പിന്നിട്ട് ചില ദിവസങ്ങളിലൊക്കെ ഇസ്രായേൽ നേതൃത്വം നൽകുന്നത്. അതായത് തങ്ങളുടെ ഈ ആക്രമണം എന്നത് ഈ കേവലമായിട്ടുള്ള ഫലസ്തീൻ പ്രദേശങ്ങളിൽ മാത്രം പരിമിതപ്പെടുകയില്ല, മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് കൂടി തങ്ങളുടെ സൈനിക അധിനിവേശം യുദ്ധത്തിലൂടെയും അല്ലാതെയും വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം നടക്കുന്ന ഘട്ടത്തിൽ പോലും അമേരിക്ക എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നത് ഏറെ പ്രധാനമാണ്. പക്ഷെ പിന്നിട്ട് എല്ലാ സംഭവ വികാസങ്ങളിലും അമേരിക്ക കൃത്യമായിട്ട് ഈ പക്ഷം ചേർന്നുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഈ പദ്ധതിയെ അംഗീകരിക്കുന്ന ഒരു സാധ്യതയും അവസരവുമാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തവണയും. കാരണം ഇന്ന് വൈറ്റ് ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് തൽക്കാലം തങ്ങളുടെ മുമ്പിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ട്രംപ് നടത്തുന്നത്. അതുകൊണ്ട് തൽക്കാലം മറ്റൊന്നിനെ കുറിച്ചും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്മോട്രിക്കിന്റെയും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെയും വാദമുഖങ്ങളെ ഖണ്ഡിക്കാനോ വിമർശിക്കാനോ തുനിയാതെ അതിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങുന്ന ഒരു സമീപനം കൂടിയാണ് വൈറ്റ് ഹൗസ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതൽ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അത് അമേരിക്കയുടെ അറിവോടുകൂടി തന്നെയാണോ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത്തരം പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത്? തീവ്ര വലതുപക്ഷ മന്ത്രിമാർ കൂടുതൽ സ്ഥിതിഗതികൾ വഷളാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല. തീർച്ചയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്ന മറ്റു രാജ്യങ്ങളൊക്കെയും എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അമേരിക്ക ഒരു ശക്തമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ എടുക്കാത്തത് കൂടുതൽ ദുരൂഹത വരുത്തുകയാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദത്തോട് കൂടി ആയിരിക്കണം ഇത്തരം പ്രകോപനപരമായിട്ടുള്ള പദ്ധതികളും നീക്കങ്ങളും പ്രസ്താവനകളും നെതന്യാഹുവും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും നടത്തുന്നത് എന്നാണ് മാധ്യമപ്രവർത്തകർ വിലയിരുത്തുന്നത്. ധന്യ. ശരി MC. പലസ്തീന് കുവൈറ്റിന്റെ മാനുഷിക സഹായം തുടരുന്നു. ഗസയിലെ ജനങ്ങൾക്ക് 10 ടൺ ഭക്ഷ്യവസ്തുക്കളുമായി കുവൈറ്റിൽ നിന്നുള്ള 3ാമത്തെ വിമാനം വ്യാഴാഴ്ച ജോർദാനിലെത്തി. ഗസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് ജോർദാനിലെ കുവൈറ്റ് എംബസിയുമായി ഏകോപനം നടത്തി വരുന്നതായി കുവൈറ്റ് റെഡ് ക്രിസന്റ് സൊസൈറ്റി ചെയർമാൻ ഖാലിദ് അൽ മഗാമിസ് അറിയിച്ചു. കുവൈറ്റിന്റെ അടിയന്തര ദേശീയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ സഹായം. ഗുണനിലവാരവും വേഗത്തിലുമുള്ള വിതരണം ഉറപ്പാക്കുന്നതിനായി പ്രാദേശിക ചാരിറ്റികളുമായും കുവൈറ്റ് ഫ്ലോർ മിൽസ് ആൻഡ് ബേക്കറീസ് കമ്പനിയുമായും സഹകരിച്ചാണ് സഹായ വസ്തുക്കൾ തയ്യാറാക്കിയത്. ഇസ്രായേലിലേക്ക് ആയുധച്ചരക്ക് നീക്കം നടത്തിയെന്ന ആരോപണം കള്ളമെന്ന് സൗദി ഷിപ്പിംഗ് കമ്പനിയായ ബഹ്രി. ചില മാധ്യമങ്ങൾ വസ്തുതകൾ പരിശോധിക്കാതെയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെന്നും സൗദിയുടെ ദേശീയ ഷിപ്പിംഗ് ലൈൻ ആരോപിച്ചു. പലസ്തീനൊപ്പം നിൽക്കുന്ന സൗദിയുടെ നയം തന്നെയാണ് ഷിപ്പിംഗ് ലൈൻ തുടരുന്നതെന്നും കമ്പനി വിശദീകരിച്ചു. ഇറ്റലിയിലെ ജനോവയിൽ ആയുധങ്ങളുമായി യുഎസിൽ നിന്നും എത്തിയ ഒരു കപ്പൽ തൊഴിലാളികൾ തടഞ്ഞിരുന്നു. ഇസ്രായേലിലേക്ക് ആയുധങ്ങളുമായി പോകുന്നതാണ് ഈ കപ്പൽ എന്നതായിരുന്നു തൊഴിലാളികളുടെ വാദം. ബഹ്രി യാംബു എന്ന് പേരുള്ള കപ്പൽ സൗദിയുടേതാണെന്നും ഇറ്റലിയിലെ ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതാണ് സൗദി ദേശീയ ഷിപ്പിംഗ് ലൈനായ ബഹ്രി തള്ളിയത്.
വാർത്ത കള്ളമാണെന്നും അടിസ്ഥാനമില്ലെന്നും ബഹരി വിശദമാക്കി. ഫലസ്തീൻ അനുകൂലമായ സൗദിയുടെ അതേ നയമാണ് ബഹരിക്കുള്ളതെന്നും ഇസ്രായേലിലേക്ക് ഇതുവരെ ഒരു തരത്തിലുള്ള ചരക്കും കൊണ്ടുപോയിട്ടില്ലെന്നും കമ്പനി വിശദീകരിച്ചു. കമ്പനിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മേൽനോട്ടങ്ങൾക്ക് വിധേയമാണ്. ഇതിനാൽ തെറ്റായ പ്രചാരത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കമ്പനി അറിയിച്ചു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. സൗദി അറേബ്യയുടെ $1 ട്രില്യൺ മൂല്യമുള്ള ഗിഗ പ്രൊജക്ടുകൾക്ക് മൂല്യ തകർച്ച, ചിലവ് വർധന, നിർമ്മാണത്തിലെ കാലതാമസം, മാറുന്ന വിപണി സാഹചര്യം എന്നിവ വൻകിട പദ്ധതികളിൽ പ്രധാന വെല്ലുവിളിയായി തുടരുകയാണ്. രാജ്യത്തിന്റെ ഫണ്ടിങ്ങിന്റെ പ്രധാന ഭാഗം കായിക മേഖലയിലേക്ക് മാറ്റിയതും മൂല്യ തകർച്ചയ്ക്ക് കാരണമായി. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് കീഴിലാണ് നിയോം ഉൾപ്പെടെ സൗദിയുടെ ഏറ്റവും പ്രശസ്തമായ ഗിഗ പ്രൊജക്ടുകൾ. ഇവയിൽ $8 ബില്യൺ മൂല്യത്തകർച്ച രേഖപ്പെടുത്തിയതായി 2024 സൗദിയുടെ വാർഷിക റിപ്പോർട്ടാണ് വ്യക്തമാക്കിയത്. എണ്ണ ഇതര വരുമാനം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ഈ പദ്ധതികളെല്ലാം. ചിലവ് വർധന, കാലതാമസം, മാറുന്ന വിപണി സാഹചര്യങ്ങൾ എന്നിവയെ തുടർന്നാണ് വെല്ലുവിളികൾ നേരിടുന്നത്. 2024 അവസാനത്തിൽ PIFന്റെ ഗിഗ പ്രൊജക്ടുകളുടെ മൂല്യം 211 ബില്യൺ റിയാലാണ്. 2023 ഇത് 241 ബില്യൺ റിയാലായിരുന്നു. അതായത് 12% ഇടിവ്. 2034 ലോകകപ്പ് പോലുള്ള ആഗോള കായിക ഇവന്റുകൾ സൗദിയിൽ വരാനിരിക്കുന്നുണ്ട്. ഇതിനാൽ ഇവയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് നിലവിൽ മുൻഗണന. ഇതോടെ പല പദ്ധതികളിലേക്കുമുള്ള ഫണ്ടിങ്ങിൽ സ്വാഭാവികമായ കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ഇത് മറികടക്കാനാണിപ്പോൾ PIF വഴി തേടുന്നത്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ആസ്തിയിൽ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം അവസാനത്തിൽ കമ്പനിയുടെ മൊത്തം ആസ്തി $913 ബില്യൺ എത്തിയതായി വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 25% വർധനയാണ് രേഖപ്പെടുത്തിയത്. സൗദി അറേബ്യയുടെ സോവറേനിയൻ ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ആസ്തിയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തി. 2024 അവസാനത്തിൽ PIF ആസ്തി $913 ബില്യൺ എത്തിയതായി കമ്പനി പുറത്തുവിട്ട വാർഷിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് സൗദി അറേബ്യയുടെ സാമ്പത്തിക പരിവർത്തനത്തെ നയിക്കുന്നതിലും ആഗോള വിപണികളെ രൂപപ്പെടുത്തുന്നതിലും PIFന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന പങ്കിനെ എടുത്തു കാണിക്കുന്നതായി PIF ഗവർണർ യാസർ അൽ റുമയ്യാൻ പറഞ്ഞു. PIFന് കീഴിൽ 103 കമ്പനികളാണ് പ്രവർത്തിച്ചു വരുന്നത്. 2024 അവസാനത്തോടെ മൊത്തം പോർട്ട്ഫോളിയോ 225 ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2017 മുതൽ ഫണ്ടിന്റെ ശരാശരി മൊത്തം പോർട്ട്ഫോളിയോ റിട്ടേൺ പ്രതിവർഷം 7.2% തുടരുകയാണ്. കമ്പനിയുടെ മുൻഗണനാ മേഖലകളിലെ സഞ്ചിത നിക്ഷേപങ്ങൾ $171 ബില്യൺ കവിഞ്ഞതായും റിപ്പോർട്ട് പറയുന്നു. PIF ശക്തമായ ബ്രാൻഡ് വളർച്ചയും ഇക്കാലയളവിൽ രേഖപ്പെടുത്തി. 2024 ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായതും അതിവേഗം വളരുന്നതുമായ സോവറിൻ വെൽത്ത് ഫണ്ട് ബ്രാൻഡായും PIF മാറി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം. ഓഹരി നിക്ഷേപകർക്ക് 867 കോടി രൂപ ലാഭവിഹിതം പ്രഖ്യാപിച്ച് ലുലു റീറ്റെയിൽ. മൊത്തം ലാഭത്തിന്റെ 78% ലാഭവിഹിതമായി കൈമാറുക. 1200 കോടി രൂപയോളമാണ് ഈ വർഷം ആദ്യ പകുതിയിലെ മൊത്തം ലാഭം. ഈ വർഷം ആദ്യ പകുതിയിൽ 36,000 കോടി രൂപയുടെ വരുമാനമാണ് ലുലു റീറ്റെയിൽ നേടിയത്. 9.9% വളർച്ചയോടെ 1200 കോടി രൂപയോളം വരും മൊത്തം ലാഭം. ഇതിൽ നിന്ന് 867 കോടി രൂപ അഥവാ $98.4 മില്യൺ ലാഭവിഹിതമായി നിക്ഷേപകരിലെത്തുക. ലാഭത്തിന്റെ 78% വരുമിത്. റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി നിക്ഷേപകർക്ക് കൂടുതൽ മികച്ച നേട്ടം നൽകുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ഈ വർഷം രണ്ടാം പാദത്തിൽ ലുലു റീറ്റെയിലിന് 4.6% അധിക വളർച്ച നേടാനായി. പ്രൈവറ്റ് ലേബൽ, ഇ-കോമേഴ്സ് രംഗങ്ങളിലെ വളർച്ചയാണ് നേട്ടത്തിന് കരുത്തായത്. 5037 കോടി രൂപയുടെ നേട്ടം ലുലു പ്രൈവറ്റ് ലേബൽ ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചു. റീറ്റെയിൽ വരുമാനത്തിൻ്റെ 29.7% ഈ മേഖലയിൽ നിന്നാണ്. ഇ-കോമേഴ്സിൽ നിന്ന് 952 കോടി രൂപയുടെ നേട്ടമുണ്ടായി. UAEയിൽ 9.4%, സൗദിയിൽ 3.8%, കുവൈത്തിൽ 4.9% വളർച്ച നേടാനായെന്ന് ലുലു ഗ്രൂപ്പ് അധികൃതർ പറഞ്ഞു. മീഡിയ 1, അബുദാബി.
7 പുതിയ വിമാനങ്ങൾ കൂടി സ്വന്തമാക്കി ഫ്ലൈ ദുബായ്. ഈ വർഷം 5 ബോയിംഗ് 737 മാക്സ് 8 വിമാനങ്ങൾ കൂടി വാങ്ങും. ഇതോടെ ഈ വർഷം മാത്രം സ്വന്തമാക്കുന്ന വിമാനങ്ങളുടെ എണ്ണം 12 ആകും. മൊത്തം വിമാനങ്ങളുടെ എണ്ണം 95ലേക്ക് ഉയരും. പുതിയ വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ 11 പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുക കൂടിയാണ് ലക്ഷ്യം. 57 രാജ്യങ്ങളിലായി 135 ലക്ഷ്യസ്ഥാനങ്ങളിലേക്കാണ് ഫ്ലൈ ദുബായ് സർവീസ് നടത്തുന്നത്. പുതിയ മാറ്റങ്ങളോടനുബന്ധിച്ച് എയർലൈൻ ജീവനക്കാരുടെ എണ്ണവും 10% വർദ്ധിപ്പിച്ചു. കുവൈത്തിൽ വ്യാജമദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു. 13 പേർ മരിച്ചതായും നിരവധി പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. 40 ഇന്ത്യക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. വിവരങ്ങൾ അറിയുന്നതിനായി എംബസി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. കുവൈത്തിൽ മെഥനോൾ കലർന്ന പാനീയങ്ങൾ കഴിച്ചതിനെ തുടർന്ന് 63 പേർക്ക് വിഷബാധയേറ്റതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 13 പേർ മരിച്ചതായും ഇരകളെല്ലാം ഏഷ്യൻ പൗരന്മാരാണെന്നും സ്ഥിരീകരിച്ചു. നിരവധി പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. 31 കേസുകളിൽ CPR നൽകിയിട്ടുണ്ട്. 51 പേർ അടിയന്തര ഡയാലിസിസിന് വിധേയരായപ്പോൾ 21 പേർക്ക് സ്ഥിരമായോ താൽക്കാലികമായോ കാഴ്ച നഷ്ടപ്പെട്ടു. മരണമടഞ്ഞവരിൽ 5ലധികം മലയാളികളും ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഉത്തർപ്രദേശ് സ്വദേശികളും ഉൾപ്പെട്ടതായാണ് സൂചന. മരിച്ചവരുടെ വ്യക്തിഗത വിവരങ്ങളും രാജ്യമൊന്നും ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. വിഷബാധയേറ്റ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഫർവാനിയ, അദാൻ ആശുപത്രികളിൽ 15ഓളം പ്രവാസികളെ പ്രവേശിപ്പിച്ചത്. തുടർന്ന് വിഷബാധ ലക്ഷണങ്ങളോടെ നിരവധി പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയായിരുന്നു. വിഷബാധയേറ്റ് 40 ഇന്ത്യക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇതിൽ ചിലർ അത്യാഹിത നിലയിലാണ്. വിഷയത്തിൽ എംബസി ഏകോപനം നടത്തിവരികയാണ്. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സ്വൈക്കയും ഉദ്യോഗസ്ഥരും ആശുപത്രികളിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തോടും ആശുപത്രികളോടും എംബസി ഏകോപനം തുടരുന്നതായും അറിയിച്ചു. വിവരങ്ങൾ അറിയുന്നതിനായി എംബസി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾക്ക് 65501587 എന്ന നമ്പറിൽ വാട്സപ്പിലൂടെയും സാധാരണ കോളിലൂടെയും ബന്ധപ്പെടാം. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്തിലെ ക്ലബിൽ ലഹരി നിർമ്മിച്ച കേസിൽ ഒരാൾ പിടിയിൽ. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രത്തിൽ നിന്നാണ് ലഹരി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ പിടിച്ചെടുത്തത്. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അസ്ബാഹിന്റെ മേൽനോട്ടത്തിലായിരുന്നു നടപടി. ലഹരി നിർമ്മാണം, വിതരണം എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈത്തിൽ അവയവദാനത്തിലും മാറ്റിവെക്കലിലും പുതിയ നേട്ടം. കഴിഞ്ഞ വർഷം 149 വൃക്ക മാറ്റിവെക്കൽ പൂർത്തിയാക്കിയതായി കുവൈറ്റ് അവയവ മാറ്റിവെക്കൽ സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ തുക്കി അൽ ഒതൈബി അറിയിച്ചു. ശ്വാസകോശ മാറ്റിവെക്കൽ പദ്ധതി ആരംഭിക്കാനും ഹൃദയവും വൃക്കയും മാറ്റിവെക്കുന്ന സേവനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനും പദ്ധതികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ കുവൈറ്റിൽ 15,000 പേർക്ക് അവയവദാതാക്കളുടെ കാർഡുകളുണ്ട്. കൂടുതൽ ആളുകൾ ഈ മഹത്തായ സേവനത്തിൽ പങ്കുചേരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഒമാനിലെ മസ്കറ്റ് പഞ്ചവാദി സംഘത്തിന്റെ പിന്തുണയോടെ അവതരിപ്പിക്കുന്ന റിതം നൈറ്റ്സ് ഓഫ് മസ്കറ്റ് നാളെ നടക്കും. റൂബിയിലെ അൽ ഹലാജ് ഗ്രാൻഡ് ഹാളിലാണ് പരിപാടി. സംഗീതം, ഹാസ്യം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നോൺ സ്റ്റോപ്പ് കലാസന്ധ്യയായിരിക്കും അരങ്ങേറുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 6 മണിക്ക് ആരംഭിച്ച് പുലർച്ചെ 2 വരെ പരിപാടി നീണ്ടുനിൽക്കും. ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ ഗോദാവർത്തി വെങ്കട ശ്രീനിവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ മുഖ്യാതിഥിയാകുമെന്നും സംഘാടകർ അറിയിച്ചു. കുവൈത്തിൽ അനധികൃത വിസ പുതുക്കലും ട്രാൻസ്ഫറും നടത്തിയ കേസിൽ പ്രവാസികൾ അറസ്റ്റിൽ. പണം വാങ്ങി വ്യാജമായി റെസിഡൻസി പെർമിറ്റുകൾ നൽകിയ പ്രവാസികളാണ് അറസ്റ്റിലായത്. പ്രധാന പ്രതി 9 കമ്പനികൾ നിയന്ത്രിച്ചിരുന്നതായി കണ്ടെത്തി. ഏകദേശം 150 തൊഴിലാളികൾ ഈ കമ്പനികളുടെ പേരിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നു. റെസിഡൻസി പെർമിറ്റുകൾ ലഭിക്കാനും പുതുക്കാനും തൊഴിലാളികളിൽ നിന്ന് 350 മുതൽ 900 ദിനാർ വരെയാണ് ഈടാക്കിയത്. കമ്പനി ഉടമയുടെ അറിവില്ലാതെയാണ് ഇടപാടുകൾ പൂർത്തിയാക്കിയതെന്ന് പ്രതികൾ സമ്മതിച്ചു. കുവൈത്തിലെ ഫഹാഖിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അഗ്നിശമന സേന പരിശോധനയെ തുടർന്ന് 53 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. ഭാഗികമായി ചട്ടങ്ങൾ ലംഘിച്ച 120 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. വിവിധ സർക്കാർ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് പരിശോധന നടത്തിയത്. അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും ലംഘിച്ച സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടിയത്. കുവൈറ്റിൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ശനിയാഴ്ച മുതൽ റോഡ് അടച്ചിടുമെന്ന് ജനറൽ ട്രാഫിക് വകുപ്പ് അറിയിച്ചു. ഡസ്മാൻ, ദയ്യ, സെക്കൻഡ് റിംഗ് റോഡ് മേഖലകളിലെ പഹാഖിൽ റോഡിലേക്കുള്ള പ്രവേശന കവാടങ്ങളും എക്സിറ്റുകളും ശനിയാഴ്ച പുലർച്ചെ മുതൽ ഈ മാസം 24 ഞായറാഴ്ച വരെ അടച്ചിടും. റോഡ് നമ്പർ 30യിലെ പഹാഖിയിലേക്കുള്ള പാതയാണ് അടച്ചിടുന്നത്. ഗതാഗതത്തിന് റോഡ് നമ്പർ 40, റോഡ് നമ്പർ 35, അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റ് എന്നിവ ബദൽ മാർഗങ്ങളായി ഉപയോഗിക്കണമെന്ന് ട്രാഫിക് അധികൃതർ നിർദ്ദേശിച്ചു.
Garif Stories, brought to you by Penguin Fried Chicken, Oman's foremost fried chicken brand since 85. പരമ്പരാഗത രീതികളോട് അനുരാഗം പുലർത്തുന്നവരാണ് ഒമാനികൾ. കാലി വളർത്തൽ വലിയ വരുമാനമൊന്നും ഇല്ലാതിരുന്നിട്ടും ആധുനിക കാലത്തും അവരത് പിന്തുടർന്നു പോരുന്നു. ഗരീബ് കാലത്ത് മലയിറങ്ങി വരുന്ന ഒട്ടകക്കൂട്ടങ്ങളെ ദോഫാറിൽ നിറയെ കാണാം. പശു, ആട് തുടങ്ങിയ പോലെ തന്നെയാണ് ഒമാനികൾക്ക് ഒട്ടക വളർത്തലും. വലിയ വരുമാനമൊന്നുമില്ലാതിരുന്നിട്ടും ഇന്നും ഇത് പിന്തുടർന്നു പോരുന്ന ധാരാളം കർഷകരുണ്ട് ദോഫാറിൽ. മലകൾക്ക് മുകളിലാണ് ഒട്ടകക്കൂടാരങ്ങളും അതിനോട് ചേർന്ന് കർഷകരും ഉണ്ടാവുക. ഖരീഫ് സീസൺ സമയത്തുണ്ടാകുന്ന മഴയും മഞ്ഞും കാരണം മലകളിൽ ദൂരക്കാഴ്ച കുറയും. ഒപ്പം ചെളികളിൽ ഒട്ടകങ്ങൾ തെന്നി വീഴുകയും ചെയ്യും. ഇതിനുള്ള പരിഹാരമാണ് ഒട്ടകങ്ങളെ ജബലി ഗ്രാമങ്ങളിൽ നിന്ന് താഴ്വരകളിൽ എത്തിച്ച് പ്രത്യേക ടെന്റുണ്ടാക്കി അവിടെ വളർത്തുക എന്നത്. നിറയെ പുല്ലുണ്ടാവുന്ന സമയം കൂടിയായതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല. ഖരീഫ് കഴിഞ്ഞാണ് വീണ്ടും ഒട്ടകക്കൂട്ടങ്ങൾ മല കയറുക. ഇത് ശരിക്കും പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ UAE നമുക്ക് കാണാൻ പറ്റും, എന്നാലും ഇവിടുത്തെ കുറച്ച് സിറ്റുവേഷൻസും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കുറച്ച് വ്യത്യാസമാണ് നമ്മൾ UAE വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ആ ഒരു ഫീൽ ഉണ്ട് വന്നു കഴിയുമ്പോൾ. വളരെ അടിപൊളിയാണ്. ഇനിയും വരണമെന്നുണ്ട്. അടുത്ത വർഷം ഇൻഷാല്ലാ വരണമെന്നുണ്ട്. ഒട്ടകത്തിന് അടുത്ത് കാണാം, മഴ ആസ്വദിക്കാം, വെള്ളച്ചാട്ടങ്ങൾ. ഇത്തവണ കുറവാണെന്നാണ് കേൾക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ നല്ലോണം മഴയുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഖരീഫ് കാലത്ത് സലാലയുടെ സമീപ പ്രദേശങ്ങളിലെ പാതയോരങ്ങളിൽ കാണുന്ന കൗതുക കാഴ്ചയാണ് കുപ്പികളിൽ പാല് നിറച്ച് കച്ചവടത്തിനായി കാത്തിരിക്കുന്നവർ. ഒട്ടകങ്ങളെയും ആടുമാടുകളെയും മേയ്ക്കുന്ന ബംഗ്ലാദേശ് സ്വദേശികളും സ്വദേശി ബാലന്മാരെയും ചിലയിടങ്ങളിൽ കാണാം. ആവശ്യം കഴിഞ്ഞ് അധികം വരുന്ന പാൽ കർഷകർ തങ്ങളുടെ ജോലിക്കാർക്ക് നൽകും. ഇവരാണ് പാൽ കുപ്പികളിലാക്കി പാതയോരങ്ങളിൽ വിൽപ്പനയ്ക്ക് വെക്കുക. ഒട്ടകം, പശു, ആട് എന്നിവയുടെ പാലുകൾ ഇത്തരത്തിൽ ലഭിക്കും. മീഡിയ 1 സലാല. സമുദ്രനിരപ്പിൽ നിന്ന് 1200 അടി മുകളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ച് UAE സാഹസികരുടെ കൂട്ടായ്മ. ഗോർഫുഖാനിലെ റഫീസ ഡാമിന് മുകളിലെ മലനിരകളിലായിരുന്നു A4 അഡ്വഞ്ചർ എന്ന കൂട്ടായ്മയുടെ ആഘോഷം. ത്രിവർണ്ണ പതാകയുമായി കുട്ടികളടക്കം 100-ലധികം പേർ ആഘോഷത്തിനായി മലകയറി. കൂട്ടായ്മയുടെ സ്ഥാപകൻ ഹരി കോട്ടഞ്ചേരി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. എയർപോർട്ടിൻ്റെ 4ാമത്തെ വർഷമാണ് മൗണ്ടൈനിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷം. നോർമല് നമ്മൾ നാട്ടിൽ നമുക്ക് മിസ് ചെയ്യുന്ന ആ ഒരു ആഘോഷം നമ്മളിവിടെ ഈ ഒരു മൗണ്ടൈനിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നോർമൽ എല്ലാവരും ചെയ്യുക സീ ലെവലിലാണ്. ഒന്നും കൂടെ നമ്മളുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മൗണ്ടൈനിലാണ്. ട്രക്കിങ്ങും ഹൈക്കിങ്ങൊക്കെയാണ് നമ്മളുടെ ആക്ടിവിറ്റി. ഏർലി മോർണിംഗിൽ ഡെക്കറേഷൻ ടീം നമ്മൾ 3 ബാച്ചായിട്ടാണ് വന്നത്. സോ ഡെക്കറേഷൻ ടീം ഫസ്റ്റ് ബാച്ച്, അതിന് സെക്കൻഡ്, തേർഡ് ആയിട്ടാണ് വന്നത്. സോ നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഈ ഒരു അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റിയുള്ള ടൈമിലാണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് ആണ് എല്ലാവരും കയറിയത്. പിന്നെ ടോപ്പിക്കിൽ ഇത് അത്യാവശ്യം നല്ല വ്യൂവും കിട്ടി. പിന്നെ എസ്പെഷ്യലി ഇൻഡിപെൻഡൻസ് ഡേ ഉഷാറായി. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഗൾഫിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഇന്ത്യ ഉത്സവന് തുടക്കമായി. അബുദാബിയിൽ ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മികവ് ലോകത്തെ കൂടുതൽ അറിയിക്കുന്നതിൽ ലുലുവും MA യൂസഫ് അലിയും വലിയ പങ്ക് വഹിക്കുന്നതു പ്രശംസനീയമാണെന്ന് ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, CEO സെയ്ഫി രൂപവാല, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് സലീം MA, സലീം VI തുടങ്ങിയവർ പങ്കെടുത്തു. ഞായറാഴ്ച മുതൽ ഒമാനിലെ ചില ഗവർണറേറ്റുകളിൽ ഇടവിട്ടുള്ള മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സൗത്ത് ഷർഖിയ, അൽ വുസ്ത, ദോഫാർ എന്നീ ഗവർണറേറ്റുകളിലും
അൽ ഹജർ പർവ്വതനിരകളുടെ ചില ഭാഗങ്ങളിലും മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നാഷണൽ മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സെന്റർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. 12 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോകാനിരിക്കെ പ്രവാസി മലയാളി ദമാമുൻ മരിച്ചു. കൊല്ലം നിലമേൽ സ്വദേശി ദിലീപ് കുമാറാണ് മരിച്ചത്. വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ദിലീപിന്റെ താമസരേഖയും മെഡിക്കൽ ഇൻഷുറൻസും കാലാവധി കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് മാരക അസുഖബാധിതനായ ദിലീപിനെ സാമൂഹ്യപ്രവർത്തകരുടെ ഇടപെടലിൽ നാട്ടിൽ വിടാനുള്ള ഒരുക്കത്തിനിടെയാണ് മരിച്ചത്. നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. രജനീകാന്ത് ചിത്രം കൂലിക്ക് ഗൾഫ് രാജ്യങ്ങളിലും ഉജ്ജ്വല വരവേൽപ്പ്. പാതിരാവിലും ആയിരങ്ങളാണ് കൂലിയുടെ കന്നി പ്രദർശനം കാണാൻ ദുബൈയിലെ തിയേറ്ററുകളിൽ തടിച്ചുകൂടിയത്. ഗൾഫ് രാജ്യങ്ങളിൽ 1700 സ്ക്രീനുകളിലായിരുന്നു സിനിമയുടെ റിലീസ്. പുലർച്ചെ 2:30 ദുബൈ ദേറ സിറ്റി സെന്റർ ഫോക്സ് സിനിമയിലെ കാഴ്ചകളാണിത്. തലൈവരുടെ ദുബൈയിലെ രസികർ കൂട്ടം തിയേറ്റർ പരിസരം ശരിക്കും പൂരപ്പറമ്പാക്കി. 19 സ്ക്രീനുകളുള്ള ദേറ സിറ്റി സെന്ററിലെ 19 സിനിമാ ഹാളിലും ഒരേ ഒരു സിനിമ. 19 തിയേറ്ററുകളിലും പുലർച്ചെ 2:30 മുതൽ കൂലിയാണ് പ്രദർശിപ്പിക്കുന്നത്. കട്ട രജനി ഫാനുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് കൂലിയെ കുറിച്ചുള്ള പ്രതീക്ഷ? എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ ക്രൗഡിന്റെ ഉത്സവം കണ്ടില്ലേ? നമ്മൾ നാട് വിട്ട ഫീലില്ല. സത്യം പറഞ്ഞാല് നമ്മുടെ രജനികാന്തിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി ഒരു ലോകം തന്നെ ഇവിടെ ഇറങ്ങിയേക്കാണ്. പാർക്കിംഗ് വരെ ഫുള്ളാണ്. 1.25 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് വന്നേക്കണത്. പിന്നെ നമ്മുടെ സൗബിൻ ഷായറിന്റെയും അതുപോലെ തന്നെ അമീർ ഖാന്റെ ഒക്കെ പെർഫോമൻസ് കാണാൻ ഈഗലി വെയിറ്റിംഗ് ആണ്. എൻജോയ് ചെയ്യുന്നതിനോടൊപ്പം ഇതുപോലത്തെ ക്രൗഡ് ഉണ്ടല്ലോ, ഇതിന്റെ ക്രൗഡ്, ഈ ചെണ്ടമേള, ഇതൊക്കെ ആസ്വദിക്കുക. അത് തന്നെ വലിയൊരു ആഘോഷം തന്നെയാണ്. ഒഴുകിയെത്തിയ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് കയറ്റിവിടാൻ തന്നെ തിയേറ്റർ ജീവനക്കാർ പാടുപെട്ടു. ആർപ്പുവിളികളോടെ കാണികൾ സൂപ്പർ സ്റ്റാർ രജനിയെയും മലയാളികളുടെ സൗബിൻ ഷാഹിറിനെയും വരവേറ്റു. തലൈവർക്കൊപ്പം വില്ലനായി തിളങ്ങിയ സൗബിനെ കുറിച്ച് പറയാൻ തമിഴ് ആരാധകർക്കും വാക്കുകളേറെ. அந்த மலையாள ஆக்டர் சுபாஷ் அவர் நல்ல வள்ளி ஆக்டிங், ரொம்ப சூப்பராக இருந்துச்சு படம். அதே மாதிரி எல்லாத்துக்குமே ஸ்கோப் இருந்துச்சு. பார்க்கலாம். மலையாளி குறையா மலையாளி, எனக்கு மலையாளம் அறியல, வச்சு அந்த மலையாளி ஆட்காரோட சவுண்டு என்ன பக்கத்தில் உட்காந்து மலையாளி ஆகும். ஃபுல் சவுண்டு. ரஜினி ஒவ்வொரு அந்த 90s 80s சீன்ஸ் பார்க்குறப்பெல்லாம் அவ்வளோ ஒரு வைப்பு. நாங்கள் கூட அவ்வளோ கத்தல தமிழ் நான், பட் அது பார்த்தப்போ ரொம்ப ரொம்ப சூப்பராக இருந்துச்சு. உங்களோட சப்போர்ட்டுக்கு ரொம்ப ரொம்ப தேங்க்ஸ். இந்த அளவுக்கு மார்னிங் 6 o'clock நீங்கள் பார்க்கலாம். കുറേ ആൾക്കാർ മലയാളിയും ഉണ്ട്. പടം കണ്ടിറങ്ങിയ പ്രേക്ഷകർക്ക് സമ്മിശ്ര പ്രതികരണമാണ്. വിവിധ ഭാഷകളിലെ സൂപ്പർ താരങ്ങൾ അണിനിരക്കുന്ന ഈ ചിത്രം അടുത്ത ദിവസങ്ങളിലും തിയേറ്റർ നിറഞ്ഞോടുമെന്നാണ് പ്രതീക്ഷ. യാസർ അറഫാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. ഖത്തറിലെത്തുന്ന സഞ്ചാരികൾ ഏത് കാലാവസ്ഥയിലും മറക്കാതെ കാണുന്ന തെരുവാണ് സൂഖ് വാക്കിഫ്. ഖത്തർ അതിന്റെ സംസ്കാരവും പൈതൃകവും ഒളിപ്പിച്ചു വെച്ച തെരുവ്. ആ സൂഖിൽ ഇപ്പോൾ ഒരു കുളിരുള്ള അനുഭവം സമ്മാനിക്കുകയാണ് ഖത്തർ. സൂഖ് വാക്കിഫിലെ ഔട്ട്ഡോർ AC-യുടെ കാഴ്ചകൾ കാണാം. ദോഹയിലെ സൂഖ് വാക്കിഫിലാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ സമയം വൈകുന്നേരം 7 മണി. 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ ഇവിടുത്തെ താപനില. നമ്മളിപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് നടന്നാൽ നന്നായി വേർക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടുത്തെ ചൂട് എന്ന് പറയുന്നത്. കൊടും ചൂടാണ്. ഇതാ നമ്മളിങ്ങനെ ഈ സൂഖ് വാക്കിഫിലെ ഈ തെരുവിലൂടെ ഇങ്ങനെ കുറച്ചും കൂട്ട് നടന്നു കഴിഞ്ഞാൽ ഇപ്പോ നല്ല തണുപ്പായി. ഇതെന്താണ് അത്ഭുതം എന്നുള്ളതാണ് ഇതിലൊരു കാര്യം. നമുക്ക് താഴേക്ക് നോക്കുന്ന പോലെ ഇതാണോ, താഴേന്ന് നല്ല തണുപ്പ് വരുന്ന ഒരു സിറ്റുവേഷനാണ്. നല്ല കൊടും ചൂടിനിടയിലും സഞ്ചാരികൾക്ക് കുളിരുള്ളൊരു അനുഭവം നൽകുകയാണ് ദോഹയിലെ പൈതൃക തെരുവായ സൂഖ് വാക്കിഫ്. നമ്മളിങ്ങനെ നോക്ക്, ഇത് എവിടുന്നാ തണുപ്പ് വരുന്നതെന്ന്. പിന്നെ കാണുന്നത് അടിന്നാണ് വരുന്നത്. ഈ ഒരു സ്ഥലത്തെത്തിയാൽ ഭയങ്കര ഒരു ആശ്വാസം. ഇതിപ്പോ ഇന്ന് കുറച്ച് പൊതുവെ ചൂട് കുറച്ച് കുറവുണ്ടായിന്, അതുകൊണ്ടാ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ നല്ല ചൂട് തന്നെ. ഫസ്റ്റ് അവിടുന്നാണ് ഞാൻ കീനെ. അപ്പൊ അവിടെ വിചാരിച്ച് നല്ല ചൂടേനും. അപ്പോ നല്ല ചൂടെടുത്തിട്ട് ഇങ്ങനെ அவங்க ഓരോരോ ഗല്ലി ഇങ്ങനെ കയറി ഇവിടെ എത്തിയാലോ പെട്ടെന്ന് വേറെ തന്നെ ഒരു ഫീല്. ചേർന്ന തണുപ്പ് വരുന്നത് തിരിയുന്നില്ല. വിചാരിച്ച് പെട്ടെന്ന് ക്ലൈമറ്റ് തന്നെ മാറിപ്പോയത്. പിന്നെ തിരിയുന്നത് അടിയുന്ന തണുപ്പ് വരുന്നത്. പഴമയുടെ എല്ലാ പ്രൗഢിയും നിറഞ്ഞ തെരുവിന്റെ വടക്കേ അറ്റത്താണ് 400 മീറ്ററോളം ദൂരം ഔട്ട്ഡോർ AC ആക്കി മാറ്റിയിട്ടുള്ളത്. ഞാൻ വന്നിട്ട് 1 വീക്ക് ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്.
നല്ല രസമുണ്ട് നടക്കാൻ. ഐ തിങ്ക് വിന്റർ ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു രസമായിരിക്കും. പുറത്തെ ചൂടിന്ന് അകത്തേക്ക് കയറുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. നല്ലൊരു ഫീലാണ് ഇതിലെ കൂടെ നടക്കുമ്പോൾ. ചൂടുകാലത്ത് വൈകിട്ടോടെയാണ് ഈ തെരുവിൽ സഞ്ചാരികൾ എത്തുന്നത്. തനിമയ്ക്കും സംസ്കാരത്തിനുമൊപ്പം ഒരല്പം തണുപ്പുകൂടി നുകർന്ന് ഇനി സൂക്കു വാക്കിഫിൽ ഒരു രാത്രി നടത്തമാകാം. അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1, ദോഹ. ബഹ്റൈനിൽ KMCCയുടെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുത്തു. സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ നേതാവായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന് അനുസ്മരണ സംഗമത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. തങ്ങളോർമ്മയുടെ 16 ആണ്ട് എന്ന ശീർഷകത്തിലായിരുന്നു മനാമയിലെ KMCC ആസ്ഥാനത്തൊരുക്കിയ സംഗമം. ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ പ്രവർത്തന രംഗങ്ങളിലെ പ്രമുഖർ ശിഹാബ് തങ്ങളോടൊപ്പമുള്ള അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ചു. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സമസ്ത പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ തങ്ങൾ, ഡോക്ടർ PV ചെറിയാൻ, മാധ്യമപ്രവർത്തകൻ പ്രദീപ് പുറവങ്കര, വേൾഡ് KMCC സെക്രട്ടറി അസൈനാർ കളത്തിങ്ങൽ, OICC പ്രസിഡന്റ് രാജു കല്ലുംപുറം, പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ, SV ബഷീർ, അസ്ലം വടകര, ഷിബിൻ തോമസ്, സജിത് വെള്ളികുളങ്ങര എന്നിവർ സംസാരിച്ചു. മീഡിയ 1, ബഹ്റൈൻ. മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസ് ബഹ്റൈൻ വേദിയാകും. ഒക്ടോബർ 22 മുതൽ 31 വരെ ബഹ്റൈനിലുള്ള സഖീറിലുള്ള എക്സിബിഷൻ വേൾഡിലാണ് വേദി. ബഹ്റൈനിൽ ആദ്യമായാണ് ഗെയിംസ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച കരാറിൽ അധികൃതർ ഒപ്പുവച്ചു. വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിൽ ബഹ്റൈനിലെ ശിക്ഷാ നിയമം കർശനമാണെന്നും സ്വകാര്യത ലംഘിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. മറ്റൊരാളുടെ അനുമതിയില്ലാതെ അയാളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചിത്രീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമപരമായി കുറ്റകരമാണ്. അപകടത്തിൽപ്പെട്ടവരുടെ ചിത്രങ്ങൾ എടുക്കുന്നതും ഈ നിയമത്തിന്റെ ലംഘനമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം സ്വാതന്ത്ര്യദിനം തൊഴിലാളികളോടൊപ്പം ആഘോഷിക്കും. നാളെ ട്യൂബ്ലിയിലെ അൽ റാഷിദ് തൊഴിലാളി ക്യാമ്പിൽ വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. തൊഴിലാളികൾക്കായി ഭക്ഷ്യപാനീയങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്യും. ആവശ്യമായ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അഭാവം കാരണം ഖത്തറിലെ സ്വകാര്യ ആരോഗ്യ കേന്ദ്രം പൊതുജനാരോഗ്യ മന്ത്രാലയം അടച്ചുപൂട്ടി. രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മന്ത്രാലയം നടത്തുന്ന നിരീക്ഷണങ്ങളുടെയും തുടർച്ചയായ പരിശോധനകളുടെയും ഭാഗമായാണ് നടപടി. മറ്റൊരു ആരോഗ്യ കേന്ദ്രത്തിലെ ഗൈനക്കോളജി യൂണിറ്റും മന്ത്രാലയം താൽക്കാലികമായി അടച്ചുപൂട്ടി. കുവൈത്തിൽ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരിൽ മലയാളിയും കണ്ണൂർ ഇരിണ്ടാവ് സ്വദേശി സച്ചിൻ പൊൻകാരനാണ് മരിച്ചത്. വിവരങ്ങളുമായി സലീം കൂട്ടായില ചേരുന്നു. സലീം, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ, ഇന്ത്യക്കാർ നിരവധി പേരുണ്ടെന്ന് നേരത്തെ നമുക്ക് അറിയാമായിരുന്നു. മലയാളികളുടെ സംശയമായിരുന്നു. ഇപ്പോൾ ഇതാ കണ്ണൂർ സ്വദേശി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? സലീം, കേൾക്കാമോ? കുവൈറ്റ് വിഷമദ്യ ദുരന്തത്തിന്റെ വിവരങ്ങളാണ് വരുന്നത്. കണ്ണൂർ ഇരിണാവ് സ്വദേശി സച്ചിനും മരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. നേരത്തെ മലയാളികൾ ഉണ്ടെന്നുള്ളൊരു സൂചനയുണ്ടായിരുന്നു. നിരവധി ഇന്ത്യക്കാർ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരിലും ഒപ്പം തന്നെ ഇപ്പോൾ ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ളവരുമായി ഉണ്ട്. കൂടെ മലയാളിയുണ്ട്. ഇരിണാവ് സ്വദേശി സച്ചിനാണ് മരിച്ചിരിക്കുന്നത് കുവൈറ്റിലെ വിഷമദ്യ ദുരന്തത്തിൽ. വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരിൽ കണ്ണൂർ സ്വദേശിയുണ്ട്. ഇരിണാവ് സ്വദേശിയാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. വിഷബാധയെ തുടർന്ന് ഇരിണാവ് സ്വദേശി സച്ചിൻ പൊൻകാരൻ മരിച്ചു. 31 വയസ്സായിരുന്നു.
ഈ മലയാളിയെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. മലയാളികൾ കൂടുതലുണ്ടെന്നുള്ള സംശയമുണ്ട്. ഇന്ത്യക്കാർ നിരവധി പേർ മരിക്കുകയും ആശുപത്രിയിലാവുകയും ചെയ്തിരുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ICUവിൽ പ്രവേശിപ്പിക്കേണ്ട കണ്ടീഷനിലാണ് പലരും ഉള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കുവൈറ്റിലെ പ്രമുഖ അറബിക് റെസ്റ്റോറന്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു മരിച്ച മലയാളിയായ സച്ചിൻ. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സച്ചിൻ ഉണ്ടായിരുന്നത്. ഇന്ന് രാത്രിയാണ് മരണം സ്ഥിരീകരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. കണ്ണൂർ സ്വദേശിയാണ് സച്ചിൻ. കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിലാണ് മരണം. പക്ഷേ മരണകാരണമായ ആശുപത്രി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹൃദയാഘാതമാണ്.